പുതിയ നിയമത്തിൻ്റെ ചരിത്രപരമായ വിശ്വാസ്യതയും പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണ് പൊന്തിയോസ് പീലാത്തോസ് ലിഖിതം. ഈ ലിഖിതം 1961 ഇസ്രായേലിൻ്റെ മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് കണ്ടെത്തി. ഇതിൽ ലാറ്റിൻ ഭാഷയിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദയുടെ പ്രിഫെക്റ്റ് എന്നെഴുതിയിരിക്കുന്നു. ബൈബിൾ പ്രകാരം തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ സമയത്ത് യഹൂദനാട് ഭരിച്ചിരുന്നത് പൊന്തിയോസ് പീലാത്തോസ് ആണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ എന്ന് തുടങ്ങുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 24 പീലാത്തോസ് കൈ കഴുകുന്നത് രേഖപ്പെടുന്നു. ലൂക്കോസ് 23 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പീലാത്തോസിന് മുമ്പാകെ കൊണ്ടുവരുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 18-ാമത്തെ അധ്യായം 28-ഉം 19-ാമത്തെ അധ്യായം 22-ലും പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്യുന്നത് വിവരിച്ചിരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പീലാത്തോസിനെ ഒരു ചരിത്ര പുരുഷനായി പരാമർശിക്കുന്നു. ഈ ലിഖിതം ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പൊന്തിയോസ് പീലാത്തോസ് ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയായിരുന്നുവെന്ന് ലിഖിതം തെളിയിക്കുന്നു. തിബിരിയാസ് കൈസറുടെ കാലത്ത് യഹൂദനാട് വാണത് പീലാത്തോസ് ആണെന്ന് വ്യക്തമാക്കുന്നു. പീലാത്തോസിൻ്റെ ഭരണകാലം യേശുവിൻ്റെ വിചാരണയുടെ റോമൻ സന്ദർഭം സ്ഥിരീകരിക്കുന്നു. പൊന്തിയോസ് പീലാത്തോസ് ലിഖിതം എന്ന് യെരുശലേമിലെ ഇസ്രായേൽ മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്നു.